ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 4 സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ രണ്ടായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം പാലിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരല്പസമയം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് കുറുകി കിട്ടിക്കോളും. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് ബ്രെഡ് എടുത്ത് അതിന് മുകളിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഫില്ലിങ് കുറച്ചിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിന് ഈ മുകൾ ഭാഗം എല്ലാം ഒന്ന് കവറാകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത പീസ് ബ്രെഡ് കൂടി നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബ്രെഡും പാലും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.